ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പം എല്ലാവരും ഒക്കെ എക്സാമിന്റെ ഫൈനൽ ലാപ്പ് പ്രിപ്പറേഷനിലാണ് അല്ലേ? അതായത് JPC എക്സാം നമുക്ക് നാളെയാണ്, RRB എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 28-നാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഒരു ലൈവ് സെഷൻ കൂടെ ചെയ്യുന്നുണ്ട്, എക്സാംസ് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. അതുകൂടാതെ നാളെ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ലൈവായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതെല്ലാം എല്ലാവരും കാണുക. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് ഹെൽത്ത് ആൻഡ് വെൽഫെയർ സ്കീംസ് ഇൻ കേരള അല്ലെ. സാധാരണ എക്സാംസിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഏതെങ്കിലും ഒരു സ്കീമിന്റെ പേര് തന്നിട്ട് ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ന് സാധാരണ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ടൈം വേസ്റ്റ് ചെയ്യാതെ. സോ ആർദ്രം അല്ലെ, ആർദ്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇത്? ലോഞ്ച് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ ഫെബ്രുവരി 2017 അല്ലെ, 2017 ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്ത പ്രൊജക്ട് ആണ്. എന്താണ്? ആർദ്രം. ആസ് പാർട്ട് ഓഫ് ബ്രോഡർ നവ കേരള മിഷൻ അല്ലെ, നവ കേരള മിഷൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തതാണ് ആർദ്രം. ആർദ്രത്തിന് അണ്ടറിൽ എന്താ വരിക? ട്രാൻസ്ഫോം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇൻടു ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ. അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൂടാതെ പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ അല്ലെ, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതായത് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് ആർദ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാരുണ്യ അല്ലെ. കാരുണ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് അല്ലെ, കാരുണ്യ. അഷുറൻസ് സ്കീം വിച്ച് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ പുവർ പീപ്പിൾ സഫറിംഗ് ഫ്രം ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹിമോഫിലിയ ബൈ റേസിംഗ് ഫണ്ട്സ് ത്രൂ കേരള ലോട്ടറി അല്ലെ. അതായത് കേരള ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് കാരുണ്യ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ടെർമിനൽ ഇൽനെസ് ആയിട്ടുള്ള, അതായത് ക്യാൻസർ, പിന്നെ ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹിമോഫിലിയ ഇങ്ങനെയുള്ള ഡിസീസ് ഉള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡ് ആണ് കാരുണ്യ എന്ന് പറയുന്നത്. സ്കീം ഈസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലോട്ടറീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്ച്വലി കാരുണ്യ എന്ന് പറയുന്ന സ്കീം റൺ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്ന് പറയുമ്പോൾ ഫ്രീ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ചിൽഡ്രൻ ലെസ് ദാൻ 18 ഇയേഴ്സ് അല്ലെ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന സ്കീമാണ് ആരോഗ്യകിരണം എന്ന് പറയുന്നത്. സോ ഇതിൽ കവർ ചെയ്യുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? ക്യാൻസർ, കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഇവയാണ് ആരോഗ്യകിരണം എന്ന പ്രൊജക്ടിന്റെ അണ്ടറിൽ കവർ ചെയ്യുന്ന ഡിസീസസ്. നെക്സ്റ്റ് താലോലം. താലോലം എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലെ, അത് കുട്ടികൾക്കുള്ള ഒരു പ്രൊജക്ട് ആണ്. അതായത് ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ ചിൽഡ്രൻ ലെസ് ദാൻ 18 ഇയേഴ്സ്. ഇതിൽ കവർ ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാണ്? ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, ഓർത്തോപെഡിക് ഡിഫോമിറ്റീസ്. ഇതൊക്കെയാണ് കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ്, ഈ ഡിസീസ് ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്ന പ്രൊജക്ട് ആണ് താലോലം എന്ന് പറയുന്നത്. ഇത് റൺ ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് താലോലം എന്ന പ്രൊജക്ട് റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്? മന്ത്ലി ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ നഴ്സിംഗ് ബെഡ് റിഡൻ പേഷ്യൻസ് അല്ലെ. ബെഡ് റിഡൻ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊജക്ട് ആണ് എന്താ ആശ്വാസകിരണം എന്ന് പറയുന്നത്. മൃത സഞ്ജീവനി. എന്താണ് മൃത സഞ്ജീവനി? ആക്ച്വലി പേര് കേൾക്കുമ്പോഴല്ലേ അറിയാം അല്ലെ, എന്താ മൃത സഞ്ജീവനി? ഓർഗൻ ഡൊണേഷൻ പ്രോഗ്രാം ആണ് കേട്ടോ മൃത സഞ്ജീവനി. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് മോഹൻലാൽ ആണ് അല്ലെ. ആക്ടർ മോഹൻലാൽ ആണ് മൃത സഞ്ജീവനി പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കേസോട്ടോ. കേസോട്ടോ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കേസോട്ടോ എന്ന് പറയുന്നത്. ഹൃദയം അല്ലെ. ഹൃദയം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹൃദയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ് ഹൃദയം അല്ലെ. സോ ഫ്രീ ട്രീറ്റ്മെന്റ് ഫോർ ചിൽഡ്രൻ വിത്ത് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്കീമാണ് എന്താണ് ഹൃദയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സുഹൃതം. സുഹൃതം എന്താണ്? ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രോഗ്രാം ആണ്. മമ്മൂട്ടിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്വാസ്ഥ്യം. എന്താണ് സ്വാസ്ഥ്യം? ടു ഐഡന്റിഫൈ ആൻഡ് ട്രീറ്റ് ക്യാൻസർ അറ്റ് ആൻ ഏർലി സ്റ്റേജ് അല്ലെ, അതിനാണ് നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറയുക. ദെൻ ആയുർദളം. എന്താണ്? എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം കേട്ടോ. എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം ആണ് ആയുർദളം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ശ്രുതി തരംഗം അല്ലെ. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ഓഫ് ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റ്സ് അല്ലെ. അതായത് ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ്സ് സപ്ലൈ ചെയ്യുന്ന പ്രൊജക്ട് ആണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ധ്വനിയാണ്. എന്താ ധ്വനി? ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ആഫ്റ്റർ
കോക്ലിയർ ഇംപ്ലാന്റേഷൻ അല്ലെ, കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷമുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ആണ് ധ്വനി എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ അണ്ടറിൽ വരിക. നെക്സ്റ്റ് കാതോരം, ട്രീറ്റ്മെന്റ് ഓഫ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഓഫ് ചിൽഡ്രൻ ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നെക്സ്റ്റ് സ്നേഹ സാന്ത്വനം. എന്താണ് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ എയ്ഡ് ടു ദ വിക്ടിംസ് ഓഫ് എൻഡോസൾഫാൻ പോയിസണിങ് കേട്ടോ. എൻഡോസൾഫാൻ പോയിസണിങ്ങിന്റെ വിക്ടിംസിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്നേഹ സാന്ത്വനം എന്ന സ്കീം വെച്ചിട്ട് പറയുക. നെക്സ്റ്റ് സമാശ്വാസം. സമാശ്വാസം എന്താണ്? ഫിനാൻഷ്യൽ എയ്ഡ് ടു പേഷ്യൻസ് അണ്ടർഗോയിങ് ഡയാലിസിസ് അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത് കേട്ടോ. ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡ് ആണ് ഈ സമാശ്വാസം എന്ന സ്കീമിന് അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് മിഴി അല്ലെ. മിഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ വരുന്നതാണ് അല്ലെ. സോ ഫ്രീ സ്പെക്ടക്കിൾ ഡിസ്ട്രിബ്യൂഷൻ ടു ചിൽഡ്രൻ ഓഫ് ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂൾസ് ആണ് മിഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്നേഹപൂർവ്വം കേട്ടോ. സ്നേഹപൂർവ്വം എന്താണ് സ്നേഹപൂർവ്വം? ഫിനാൻഷ്യൽ എയ്ഡ് ടു ചിൽഡ്രൻ ഹു ലോസ് their parents or those with financially weak parents for their education കേട്ടോ. അതാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. അതായത് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെയാണ് നമ്മൾ സ്നേഹപൂർവ്വം എന്ന് പറയുക. അതല്ല എങ്കിൽ ഫിനാൻഷ്യൽ എയ്ഡ് ഓൾസോ ഗിവൺ ടു ചിൽഡ്രൻ ഫോർ HIV പേഷ്യൻസ് ഫോർ their education കേട്ടോ. അതായത് HIV ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡ് സ്നേഹപൂർവ്വത്തിന് അണ്ടറിലാണ് വരിക. ഇത് മാനേജ് ചെയ്യുന്ന ആരാണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്നേഹക്കൂട്. എന്നാ സ്നേഹക്കൂട്? റീഹാബിലിറ്റേഷൻ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം മെന്റൽ അസൈലം. മെന്റൽ അസൈലത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന പ്രൊജക്ട് ആണ് സ്നേഹക്കൂട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പരിരക്ഷ. എന്താ പരിരക്ഷ? എമർജൻസി സപ്പോർട്ട് ടു ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് കേട്ടോ. എമർജൻസി സപ്പോർട്ട് ടു ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ബൈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് പരിരക്ഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അനുയാത്ര. എന്താണ് അനുയാത്ര? പ്രോഗ്രാം എയിംഡ് അറ്റ് മേക്കിംഗ് കേരള ഹാൻഡിക്യാപ് ഫ്രണ്ട്ലി കേട്ടോ. കേരളത്തിന് ഹാൻഡിക്യാപ് ഫ്രണ്ട്ലി ആക്കുന്ന പ്രോഗ്രാം ആണ് നമ്മൾ അനുയാത്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് സഹജീവനം. എന്താണ്? എയിംഡ് അറ്റ് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് പീപ്പിൾ കേട്ടോ. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിളിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന സ്കീമാണ് സഹജീവനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അശ്വമേധം. ഇമ്പോർട്ടന്റ് ആണ് അശ്വമേധം. എന്താണ് അശ്വമേധം? ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് കേരള അല്ലെ. ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആണ് എന്താ അശ്വമേധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്ഷയ കേരളം. എന്താണ് അക്ഷയ കേരളം എന്ന് പറയുന്നത്? TB എലിമിനേഷൻ പ്രോഗ്രാം ബൈ ഗവൺമെന്റ് ഓഫ് കേരള അല്ലെ. ഗവൺമെന്റ് ഓഫ് കേരളയുടെ TB എലിമിനേഷൻ പ്രോഗ്രാമിനാണ് നമ്മൾ അക്ഷയ കേരളം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അമൃതം ആരോഗ്യം. എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെ. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റുമാണ് അമൃതം ആരോഗ്യത്തിൽ വരിക. നെക്സ്റ്റ് 25ാമത്തെ പോയിന്റ് എന്താണ്? മെഡിസെപ്പ്. നിങ്ങളൊക്കെ സർക്കാർ സർവീസിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഈ മെഡിസെപ്പ് എന്ന് പറയുക കേട്ടോ. മെഡിസെപ്പ് പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു ഓൾ സർവിംഗ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഇൻക്ലൂഡിംഗ് ദെയർ ഫാമിലീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മൾ എന്ത് പറയുക? മെഡിസെപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം? ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓട്ടിസം ആൻഡ് ഡെവലപ്പ് സ്കിൽസ് ഇൻ ഡം. അതായത് ഓട്ടിസം നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക, കൂടാതെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. സാധാരണ നമ്മൾ 25 പോയിന്റ്സ് കൊണ്ട് നിർത്തുന്നതാണ്. ഇന്ന് ആക്ച്വലി 3 പോയിന്റ്സ് കൂടെ ബോണസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. 27ാമത്തെ പോയിന്റ് എന്താണ്? കളിക്കൂട്ടം. അതായത് ഡെവലപ്പ് സ്കിൽസ് ഇൻ ഓട്ടിസം ചിൽഡ്രൻ കേട്ടോ. ഓട്ടിസം ചിൽഡ്രനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന സ്കീമാണ് കളിക്കൂട്ടം എന്ന് പറയുക. ലാസ്റ്റ് എന്താണ്? മന്ദഹാസം കണ്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലെ. മന്ദഹാസം എന്താണ്? ഫ്രീ ആർട്ടിഫിഷ്യൽ ടീത്ത് ഇംപ്ലാന്റേഷൻ ടു BPL പീപ്പിൾ. 60 വയസ്സിന് മുകളിലുള്ള BPL ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആർട്ടിഫിഷ്യൽ ടീത്ത് ഇംപ്ലാന്റേഷൻ വരുന്ന പ്രൊജക്ട് ആണ് മന്ദഹാസം എന്ന് പറയുന്നത്. സോ ആക്ച്വലി നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഹെൽത്ത് സർവീസസ് പ്രൊജക്ട്സ് സ്കീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.